ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന മതമേതാണ്? ഇസ്ലാമാണ്. അന്ന് മുമ്പേ, ഒരു 10 കൊല്ലം മുമ്പേ അത് ക്രിസ്തുമതായിരുന്നു. ഇപ്പൊ ലോകത്തിന്റെ വേൾഡ് കണക്കെടുത്ത് നോക്കുമ്പോ 260 കോടിയിലധികം വിശ്വാസികൾ ഇസ്ലാം മതത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം രാജ്യങ്ങളുള്ള മതം ഏതാണ്? ഇസ്ലാം മതമാണ്. 62-ലധികം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. മറ്റു മതങ്ങൾക്കൊക്കെ ഇപ്പൊ ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ 5, 6, 7 രാജ്യങ്ങളാണ് ക്രിസ്ത്യൻ രാഷ്ട്രം എന്നറിയപ്പെടുന്നത്. ലോകത്തെ ഹൈന്ദവ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് നേപ്പാളാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ 62-ലധികമാണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്? മുസ്ലിമാണ്. ആരാമോനെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ? അത് ഫതഹുൽ മൊയ്നിലോ തഫ്സീറിലോ അല്ലെങ്കിൽ ബുഖാരി മുസ്ലിമിലോ മറ്റു കിതാബിലോ കാണൂല. നമ്മൾ ജനറൽ നോളജ് വേണം. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ബ്രൂണോ സുൽത്താനാണ്. മലേഷ്യക്കൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ രാജ്യം, അവിടെ മുഴുവനും സ്വർണ്ണാണ്. ബ്രൂണോ സുൽത്താന്റെ കക്കൂസ് വരെ മുതൽ, ക്ലോസറ്റ് മുതൽ, വാഷ് ബേസിൻ വരെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാന്ന് പറഞ്ഞ് അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വായിക്കണ്ട് കാണും. ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുസ്ലിമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാമാണ്. അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് അന്തസ്സുള്ളത്, അഭിമാനമുള്ളത്, പ്രസ്റ്റേജ് ഉള്ളത്. അല്ലാഹുവിന്റെ റസൂലിലാണ് അഭിമാനം ഖിയാമത്ത് നാൾ വരെ. വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കാണ് ഖിയാമത്ത് നാൾ വരെ അഭിമാനമുള്ളത്. അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനാണ്, സത്യവിശ്വാസികൾക്കാണ്. എത്ര കറക്റ്റാണ് ഈ ആയത്ത്! മുസൽമാന്റെ ഇജ്ജത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നൂന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഇസ്ലാം തളരുകയല്ല, ഇസ്ലാം അനുദിനം വളരുകയാണ്. ആരാണ് ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ? അല്ലാഹുവാൻ. അല്ലാഹു അതിനെ നിമിത്തങ്ങളായി വെച്ചിരിക്കുന്നത് ആരാ? അല്ലാഹുവിന്റെ അമ്പിയാക്കളെയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും കൊണ്ടുവന്ന മതം ഇസ്ലാം മതമാണ്. ഈസാ നബി പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ആയാലും, ഇദ്രീസ് നബി അലൈഹിസ്സലാം ആയാലും, സുബ്ഹാനല്ലാഹ് ആദം നബി അലൈഹിസ്സലാം ആയാലും, ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്ന മതം അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാണ്. ആ മതമാണ് ഇസ്ലാം മതം. ഇനി അമ്പിയാക്കളുടെ കാലശേഷം ആരാണ് ഈ മതത്തിന്റെ കാവലാളുകൾ? ഈ മതത്തിന്റെ പ്രചാരകന്മാരാരാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു, അമ്പിയാക്കളുടെ കാലശേഷം ഇനി അതിന്റെ പകരം നിൽക്കേണ്ട ആളുകൾ ആരാണ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്. അൽ ഉലമാ, അൽ ഉലമാ അവരാരാണ്? ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. ഖിയാമത്ത് നാൾ വരെ ദീൻ പ്രചരിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. നിങ്ങൾ ഏത് വലിയന്റെ ചരിത്രം എടുത്തു നോക്കിക്കോ, അവരുടെ പരിപാടി എന്താണ്? ബിസിനസ് നടത്തലല്ല, പണം ഉണ്ടാക്കലല്ല, ലാഭം ഉണ്ടാക്കലല്ല, മന്ത്രവാദം നടത്തലല്ല, ചികിത്സ നടത്തലല്ല. ലോകത്തൊരു വലിയും അങ്ങനെ നടത്തിയ ചരിത്രമില്ല. കാരണം അവര് ദീനിന്റെ ദഅവത്ത് ഏറ്റെടുത്തവരാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. നിങ്ങൾ നോക്കൂ, നമ്മുടെ കർണാടകയിലെ ഏറ്റവും വലിയ സിയാറത്ത്
കേന്ദ്രമായ ഉള്ളാൾ. അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ആളാരാണ്? ഖുത്ബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് മഹാനവർകളാണ്, തങ്ങളാണ്. ആരാണ് ഖുത്ബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി? തങ്ങളുടെ കറാമത്ത് നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് ഹറമിന്റെ ഭാഗത്ത് ഒരു ചെറിയ തീപിടുത്തമുണ്ടായപ്പോൾ ഈ ഉള്ളാളത്തെ ആ കാണുന്ന കുളത്തിൽ നിന്നുകൊണ്ട് വുദൂ ചെയ്യുന്ന ഖുത്ബുസ്സമാൻ അവിടുത്തെ വെള്ളമെടുത്തിട്ടൊന്ന് മേപ്പോട്ടിട്ടിട്ട് പറഞ്ഞു, ഹറമിൽ തീപിടുത്തമുണ്ട്, ഞാനത് ഇവിടെ നിന്ന് കെടുത്തുകയാണ്. അത് പറയുമ്പോ ഇവിടെ ലൈവ് ഉണ്ട്, ഉസ്താദ് ലൈവിന്റെ ആളാ, നമ്മള് പഴയ കാലം മുതൽ കാണുന്ന ആളാ. കർണാടകയിൽ വരുമ്പോ അന്ന് ഉസ്താദ് ലൈവ് ഉണ്ട്. അല്ലാഹ്, ഇപ്പൊ ഈ ലൈവ് നമുക്ക് നല്ലതാണ്, ഉപകാരമുണ്ട്. ഉപകാരമുള്ളതിനൊക്കെ നെഗറ്റീവ് ഉള്ളതിനൊക്കെ പോസിറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉള്ളതിനൊക്കെ നെഗറ്റീവ് ഉണ്ടാവും, അല്ലേ? അതങ്ങനെയാണ്. ലൈവ് ഇങ്ങനെ നമ്മളിപ്പോ പറയുമ്പോ ഇതെല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ, ആശയങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഇത് കേൾക്കാൻ. ഇപ്പൊ മുസ്ലിം മാത്രമല്ല, ആർക്കും വേണമെങ്കിലും ഇതിന്റെ ലിങ്ക് പബ്ലിസിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്, അത് ആർക്കും വേണമെങ്കിൽ നോക്കിയാൽ കാണാം. അങ്ങനെ കാണുമ്പോൾ അവർ പറയും, എന്താ പറഞ്ഞത്? ഉള്ളാളത്തെ കുളത്തിൽ നിന്നുകൊണ്ട് മക്കത്തെ ഹറമിന്റെ അടുത്തൊരു തീപിടുത്തമുണ്ടായപ്പോൾ ആ കുളത്തിലെ വെള്ളമെടുത്തിട്ട് ഒരു കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞപ്പോ ഹറമിലെ തീ കെട്ടുവന്നോ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാ പിന്നെ ഫയർഫോഴ്സ് ഒന്നും വേണ്ട, ഔലിയാക്കൾ മതിയല്ലോ തീ കെടുത്താൻ. നമുക്ക് ട്രോളർമാര് വരും. സുഹൃത്തുക്കളെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. കാബത്തിന്റെ അടുത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലേ? ഉണ്ടല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വെള്ളപ്പൊക്കത്തിൽ കാബ തകർന്നില്ലേ? ആരുടെ ഭവനമാണ് കാബ? അള്ളാഹുടെ വീടല്ലേ? അള്ളാഹുടെ ഭവനല്ലേ കാബ? നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതാരാ? അല്ലല്ലേ? എന്നാ പിന്നെ എന്തിനാ കാബ തകർത്ത് അള്ളാഹ്ക്ക് വരാന്നില്ല? വെള്ളം അങ്ങോട്ട് കൊണ്ടാന്നു. അത് സ്വാഭാവികമാണ്, നേച്ചുറലാണ്. ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ അതാ പറയുമ്പോ നല്ലവനും വേണ്ടവനും വേണ്ടാത്തവനൊക്കെ കിട്ടും. അതുകൊണ്ടാണ് അദാബിൽ നിന്ന് മാറാൻ പറഞ്ഞത്, കേട്ടോ. അത് യുക്തിവാദികളുടെ അന്തമില്ലാത്ത ചോദ്യങ്ങളാണ്. ഇനിയിപ്പോ യുക്തിവാദികൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ വഹാബികൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ തബ്ലീഗുകാര്, അല്ലെങ്കിൽ ബിദഈകള് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വെച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറയാതിരിക്കാൻ പറ്റില്ല. ഖിയാമത്ത് നാൾ വരെ പറയും. ഇപ്പൊ ഖുർആൻ ഓതിയാൽ അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ പിരാന്താണെന്ന് പറയുന്ന ആ യുക്തിവാദികൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലേ? ഒരു മുസ്ലിമായ ഒരുത്തണ്ട്, എന്റെ നാടായ തൃശ്ശൂരുള്ള ഒരു ചങ്ങയ, പേര് ഞാൻ പറയുന്നില്ല, ഇടക്കിടക്ക് എന്നെയും പറയാറുണ്ട്. നല്ലതല്ല, ഗുണം പറയില്ല എന്ന് ഉറപ്പല്ല. അപ്പൊ അയാള് എന്ത് കിട്ടിയാലും ആക്ഷേപിക്കാൻ വേണ്ടി അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ കൈമ പിടി കൊടുക്കും. അങ്ങനെ അല്ലൊന്നുമില്ല, മുഹമ്മദ് നബി ഒന്നുമില്ല, കണ്ടവാനം പൊന്നിട്ട് ജീവിച്ച ആളാണ്. ഒരു കൂസലില്ലാതെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്ന ഒരുത്തണ്ട്. അവരൊക്കെ ഭയപ്പെട്ടിട്ട് നമ്മൾ ആദർശം പറയാതിരിക്കാനൊക്കൂല. ഇത് വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്, അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും, കേട്ടോ. ഹാനായ ഖുത്ബുസ്സമാൻ ഉള്ളാൾ സയ്യിദ് ശരീഫുൽ മദനി റളിയല്ലാഹു അൻഹു ആ കുളത്തിലെ വെള്ളമെടുത്തിട്ട് അങ്ങ് എറിഞ്ഞു. അങ്ങ് അകലെ കിടക്കുന്ന ആ സ്ഥലത്തെ തീ കെട്ടു. അത് പറയുമ്പോ അങ്ങനെ വല്ല തെളിവുണ്ടോ എല്ലാവരും ചോദിക്കും. തെളിവുണ്ട്. മദീനത്തെ പള്ളി മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങള്? മോനിങ്ങോട്ട് നോക്ക്. ഉമർ ബിൻ ഖത്താബിനെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് എന്താണെന്നറിയോ? ഒരു സഹാബിനെ പറ്റി നബി ഇത്ര കടുപ്പപ്പെട്ട ഹദീസ് പറഞ്ഞിട്ടില്ല. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ബിനുൽ ഖത്താബ്. എന്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ അത് ഖത്താബിന്റെ മകനായ ഉമറാണ് വരിക. നബിയാവാനുള്ള എല്ലാ യോഗ്യതയും തികഞ്ഞ ആളാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഹബീബായ തങ്ങൾ പറഞ്ഞു, പക്ഷേ ലാ നബിയ ബഅദി, എന്റെ ശേഷം നബിയില്ലേ ഇല്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ നബിയാണ്, ഇനി ഒരു നബിക്ക് ചാൻസ് ഇല്ല. വല്ല ചാൻസും നബിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഖത്താബിന്റെ മകനായ ഉമർ നബിയാകുമായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ മിമ്പറിന്റെ മുകളിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിക്കുകയാണ് വെള്ളിയാഴ്ച. ആ സമയത്ത് മഹാനായ സാരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ
നേതൃത്വത്തിൽ ഒരു യുദ്ധസംഘത്തെ മദീനയിൽ നിന്ന് 1600 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന നഹാവന്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ യുദ്ധക്കളത്തിൽ യുദ്ധം നടത്തുന്ന സാരിയത്ത് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞയച്ച ക്യാപ്റ്റനാണ്. മദീനയുടെ പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ ഖുതുബ നടത്തുന്ന ഉമർ തങ്ങള് ഒരൊറ്റ വിളിയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയത്തെ പർവ്വതം 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 സൂക്ഷിച്ചോ. 1600 മൈലപ്പുറത്ത് കിടക്കുന്ന സാരിയത്ത് തങ്ങളെ മൊബൈലില്ലാതെ ലാപ്ടോപ്പില്ലാതെ അതുപോലെ തന്നെ സംവിധാനങ്ങളില്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് 1400 കൊല്ലം മുമ്പ് മദീനയുടെ പള്ളിയിൽ ഒരൊറ്റ വിളി വിളിച്ചപ്പോ 1600 മൈലപ്പുറത്ത് കിടക്കുന്ന സാരിയത്ത് തങ്ങൾ അത് കേട്ടോ. യുദ്ധമൊക്കെ കഴിഞ്ഞു. സാരിയത്ത് തങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് മദീനയിൽ വന്നപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, സാരിയ 2-3 വെള്ളിയാഴ്ച മുമ്പ് മിമ്പറിന്റെ മുകളില് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അവിടുന്ന് നിങ്ങളെ വിളിച്ചിട്ട് പർവ്വതം 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 എന്ന് പറഞ്ഞല്ലോ, നിങ്ങളത് കേട്ടോ? എന്താണ് അതിന്റെ കാര്യകാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വിളി കേട്ടതായി സാരിയത്ത് തങ്ങൾ പറയാണ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു. ഞാൻ ആ സമയത്ത് ഒരു പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിൽക്കുകയാണ്. പെട്ടെന്നാണ് എന്റെ പുറകിൽ നിന്ന് ഈ ശബ്ദം കേട്ടത്, സാരിയ പർവ്വതം സാരിയ പർവ്വതം സാരിയ പർവ്വതം. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ ആ പർവ്വതത്തിന്റെ മറുഭാഗത്തേക്ക് നോക്കി. ഒരു മനുഷ്യൻ കയ്യിലൊരു വാളുമായി, ഊരിപ്പിടിച്ച വാളുമായി എന്നെ കൊല്ലാൻ വേണ്ടി പുറകിലൂടെ വരികയാണ്. ഞാനത് കണ്ടിട്ടില്ല. 1600 മൈലപ്പുറത്ത് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ ഖുതുബ ഓതുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളത് കാണാണ്. അത് കാണാന് മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിക്കുകയാണ്, സാരിയ അൽ ജബൽ പർവ്വതത്തെ സൂക്ഷിച്ചോ. 1600 മൈലുകൾക്കപ്പുറത്ത് സാരിയത്ത് തങ്ങളത് കേൾക്കാണ്. ആ സാരിയത്ത് തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ഈ ദുഷ്ടൻ ഊരിപ്പിടിച്ച വാളുമായി പുറകിൽ നിൽക്കുന്നു. പെട്ടെന്ന് ക്ഷണനേരം കൊണ്ട് തന്റെ വാൾ ഊരിയെടുത്ത് അവന്റെ അടിപ്പള്ളക്ക് കുത്തി അവനെ കൊലപ്പെടുത്തി കളഞ്ഞു. സാരിയത്ത് തങ്ങൾ പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെയാണ് കണ്ടത് എന്ന് എനിക്കറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വിളി എങ്ങനെയാണ് കേട്ടത് എന്ന് എനിക്കറിയില്ല. ഇത് നമ്മള് ഇപ്പൊ ഞാൻ വായൽ തുടങ്ങിയിട്ട്, ഞാൻ മതപ്രഭാഷണം തുടങ്ങിയിട്ട് 45 കൊല്ലായി. നിങ്ങളിൽ പലരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വായൽ തുടങ്ങിയിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിൽ ഞാൻ പ്രഭാഷണത്തിന് വരാൻ തുടങ്ങിയിട്ട് 41 കൊല്ലായി. ഞാൻ ആദ്യമായി കർണാടകയിൽ പ്രസംഗിച്ച സ്ഥലം കമ്പളപ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിനടുത്താണിത്, കമ്പളപ്പേട്ട്. കൃത്യമായ ഓർമ്മ എനിക്കുണ്ട്. അന്ന് ഈ ഭാഗത്തൊക്കെ മഞ്ചി, നൂജി, കുക്കാജ, അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ നാടെന്ന് വയലു പറയുന്ന ഒരു കാലം ഉണ്ടാകുന്നുണ്ട്. അന്ന് ഈ സാധനമില്ല, ആരും മൊയ്ലിയാരല്ല കേട്ടോ, ഈ സോഷ്യൽ മീഡിയ ഇല്ല, അന്ന് മൊബൈൽ ഫോണും ഇല്ല, ലാപ്ടോപ്പും ഇല്ല, ഈ മൈക്ക് സെറ്റ് തന്നെ ഇത്ര വലിയ ആംബിയർ ഒന്നുമില്ല, കറണ്ട് ഇല്ല, പല സ്ഥലത്തും ബാറ്ററി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിരിക്കാം. നമ്മൾ അവനോട് മൈക്കക്കാരോട് കൂട്ടടാന്ന് പറയാം, അവൻ കൂട്ടുണ്ട്, കൂട്ടിയിരിക്കാരില്ല, അവന്റെ ഉള്ളതല്ലേ കൂട്ടാൻ പറ്റുള്ളൂ. 5000 വോട്ട്സും 10000 വോട്ട്സും ഒന്നും കിനാവ് കാണാൻ പറ്റൂല. അതിന്റെ മുമ്പുള്ള ഉസ്താദുമാര് അല്ലാ മൈക്കല്ലാതെ വയന്ന് പറഞ്ഞ ഉസ്താദുമാര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ. മഹാനായിരിക്കുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല നേതാക്കളാണ്. അവരൊക്കെ വയത് പറഞ്ഞിട്ടാണ് ഈ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തന്നിരിക്കുന്നത്. മറന്നു പോകരുത്. പാതിരാവായത് കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്നവരുണ്ട്. എടോ, ഈ കാണുന്ന പള്ളി, മദ്രസയും ഈ സ്ഥാപനങ്ങൾ അടക്കം പണ്ട് പാതിരാവായത് കൊണ്ട് ഉണ്ടാക്കിയതാ. ഞാൻ ഈ കൊച്ചായ ഞാൻ തന്നെ 45 കൊല്ലത്തിന്റെ ഉള്ളിൽ എത്ര കിലോ സ്വർണം പിരിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും കാഞ്ഞങ്ങാട് മീനാപ്പീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേരളത്തില്. ഒരു 29 കൊല്ലം മുമ്പേ ഞാൻ അവിടെ ഒരു വാതിന് പോയിട്ട് സ്വർണം പറഞ്ഞു. ഒരു മദ്രസ കെറ്റാനാണ്. എല്ലാ ഉമ്മമാരും കാതിനെയും കൈത്തിനെയും വയ്യിലെ വളയും മാലയൊക്കെ ഊരിക്കൊടുന്നു. അങ്ങനെ കൊണ്ടുവന്ന് തന്നപ്പോ സ്വർണം കൊണ്ട് മദ്രസ ഉണ്ടാവണ്ടേ? അപ്പൊ ഒരു പെങ്ങള് ഒരു കുട്ടിന്റെ അടുത്ത്, ഒരു 12-13 വയസ്സായ ഒരു ആൺകുട്ടിയുടെ അടുത്ത് ഒരു കിഴി, ഒരു സെഞ്ചി കൊടുത്തയച്ചു.
ഒരു കീസ്. എന്താണെന്ന് മനസ്സിലായില്ല. ഇത് കൊണ്ടുവന്നപ്പോ ഞാൻ പതുക്കെ പൊളിച്ചു. സദസ്സിന് മുമ്പിൽ വെച്ചത് മേശപ്പുറത്ത് കൊട്ടിയപ്പോ നിറച്ച് സ്വർണ്ണം, വള, മാല, കമ്മല്, അങ്ങനെ അരിക്കത്ത്, എല്ലാ ആഭരണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് കൊടുത്തയച്ച ആളോട്, ഈ കൊന്ന കുട്ടി ഇവിടെ വരണം എന്ന് പറഞ്ഞു. ഇത് എത്ര ഉണ്ട് എന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ കുട്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 96 പവനുണ്ട്. 29 കൊല്ലം മുമ്പത്തെ കഥയാണ്. 96 പവൻ. സുബ്ഹാനല്ലാഹ്. ഒറ്റ ഉമ്മയാ തരുന്നത്. ആ കാഞ്ഞങ്ങാട് ആ മദ്രസ കയറി പിറ്റത്തെ കൊല്ലം ഞാനും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർഹൂം മഹാനവർകൾ ഉദ്ഘാടനം, ഞാൻ മുഖ്യപ്രഭാഷണമായി അവിടെ ചെന്നു. ഈ പെണ്ണുങ്ങളുടെ പൊരയില ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭക്ഷണം കഴിച്ച് ദുആ ചെയ്ത് തങ്ങളവർകൾ കാറിൽ കയറിയപ്പോ ഞാൻ തങ്ങളുടെ പുറകിലാണ്. തങ്ങൾ കാറിൽ കയറി തങ്ങളെ യാത്രയാക്കി ഞാൻ എന്റെ കാറിൽ കയറാൻ ശ്രമിക്കുമ്പോ പർദ്ദയിട്ടൊരു പെങ്ങള് വാതിലിന്റെ പുറകുന്ന് വിളിച്ചു, ഉസ്താദേ, ഉസ്താദ് പോകരുത്, അവിടെ നിൽക്കണം, എനിക്കൊരു കാര്യം പറയാണ്ട്. ഉസ്താദ് എന്ന് വായത് പറഞ്ഞപ്പോ എന്റെ കയ്യിലുള്ള മുഴുവൻ സ്വർണ്ണം കൊടുത്തിട്ട് ഞാൻ ആ മദ്രസക്ക് തന്നു. ഉസ്താദേ, വല്ലാഹിയാണെന്ന് എന്റെ കയ്യിൽ ഒരു ഗ്രാം പോലും ബാക്കിയില്ല കേട്ടോ. എന്റെ ഭർത്താവ് ഷാർജയില് ഒരു ബിസിനസ്സുകാരനാണ്, കടം കൊണ്ട് ബുദ്ധിമുട്ടി കിടക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ മുഴുവനും അങ്ങ് തന്നത്. പക്ഷേ എന്റെ ആ സദഖയുടെ ബറക്കത്ത് കൊണ്ടാവാം എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ വലിയ ലാഭമുണ്ടായി. ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ അത്യുന്നതിയിലെത്തി. ആ 96 പവനും ഞങ്ങൾ ഇന്ന് തിരിച്ചെടുത്തു. ഞങ്ങളെന്ന് വലിയ പൊസിഷനിലാ ഉസ്താദെ. ഉസ്താദ് ആ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് ആ പെങ്ങൾ പറയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ, എത്രയെത്ര ഈ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും അബുദാബിയില് ഞാനൊരു വായന ചെന്ന് മുഷ്രിഫ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അബുദാബിയിൽ. അവിടുത്തെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോ അവിടെ പള്ളിയുടെ സൈഡില് മലയാളികളായ പെണ്ണുങ്ങൾ വായനക്കാൻ വന്നിട്ടുണ്ട്. അപ്പോ ഒരു സ്ഥാപനത്തിന്റെ കളക്ഷനാണ്. ഞാൻ പറഞ്ഞു, കേരളത്തിലുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാ പെണ്ണുങ്ങളും ഒരു സ്വർണം തരണം പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങൾ മോതിരം വളയൊക്കെ കൊടുന്നു. ഇതൊരു അറബി പെണ്ണും വാതിലൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ അറിയില്ല. അറബി പെണ്ണുങ്ങൾ ചോദിച്ചു, ഇതെന്താ? അപ്പൊ അറബി അറിയുന്ന പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇത് കേരളത്തിലെ ഉത്സവമാര് പള്ളിക്കും മദ്രസക്കും സദക്കയായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഉടനെ ആ അറബി പെണ്ണ് കഴുത്തിൽ കിടക്കുന്ന ഒരു സ്വർണ്ണല്ലാതെ വൈഢൂര്യം മരതകം പോലത്തെ വലിയ വിലപിടിപ്പുള്ള ഒരു രത്നത്തിന്റെ മാല കൊടുത്തയക്കുകയാണ്. അന്നത്തെ കാലത്ത് അതിന് 10-12 ലക്ഷം രൂപ വില വരുന്ന ഒരു മാല ഒരു അറബി പെണ്ണുങ്ങൾ കൊടുത്തയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അങ്ങനത്തെ ആളുകള് പാതിരാത്രി പ്രസംഗിച്ച് നിങ്ങളൊക്കെ സ്വർണം വളയും കമ്മലും ചുറ്റും കല്ലും കട്ടയും വാങ്ങിച്ചിട്ടാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങള് മർക്കസടക്കം മായദിനടക്കം അതുപോലെ തന്നെ നമ്മൾ ഉള്ളാളത്തെ സ്ഥാപനങ്ങളടക്കം കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഈ സ്ഥാപനങ്ങളൊക്കെ വളർത്തിയത് പഴയകാല ആലിമീങ്ങളുടെ വാഴാണ്. അതിനെ നമ്മൾ നിസ്സാരപ്പെടുത്തി കാണണ്ടാട്ടോ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോവുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലം മുമ്പേ മദീനയുടെ മിമ്പറിന്റെ മുകളിൽ നിന്ന് വിളിച്ചപ്പോ 1600 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന നഗാബന്ദി യുദ്ധക്കളത്തില് സാരിയത്ത് റളിയല്ലാഹു അൻഹു ആ വിളി കേട്ടു. മൊബൈൽ ടവറില്ല, സാറ്റലൈറ്റ് ഇല്ല, ഈ സംവിധാനങ്ങളൊന്നുമില്ല. ഇത് ഇപ്പൊ വയലു പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നമ്മളൊരു 50 കൊല്ലം മുമ്പ് വയലു പറഞ്ഞെങ്കിലോ. ഉദാഹരണം, ഞാന് എൻ്റെ ആദ്യകാല ഒരു 35 കൊല്ലം മുമ്പത്തെ എൻ്റെ പ്രഭാഷണത്തിൽ ഞാനൊരു ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. ആ ഹദീസ് എന്താണെന്നറിയോ? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വഖഅ ഫീ അഹദി ഇനാഇകും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരുടെങ്കിലും കുടിക്കുന്ന പാനീയത്തിൽ ഒരു ഈച്ച വീണ് കഴിഞ്ഞാൽ ആ ഈച്ചയെ പിടിച്ച് വെള്ളത്തിൽ ഒന്നുകൂടി മുക്കി എന്നിട്ട് ആ ഈച്ചയെ പുറത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ആ വെള്ളം കുടിക്കാം. കുടിച്ചോളാൻ നിയമമൊന്നുമില്ല കേട്ടോ. ഈച്ച ചാടിയ വെള്ളം ആ വെള്ളത്തിൽ ഈച്ചനെ മുക്കിയിട്ട് കുടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഈച്ചനെയും കളയാ, വെള്ളം കളയാ, ഗ്ലാസും കളയാ, അതിന്റെ ഇഷ്ടം. പക്ഷെ ചിലപ്പോ ആ ഒരു വെള്ളേ ഉള്ളൂ കുടിക്കാൻ, വേറെ വെള്ളമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ മസാല എന്താണ്? അപ്പോഴാണ് പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞത്, ആ ഈച്ചയെ പിടിച്ച് ഒന്നുകൂടി ആ വെള്ളത്തിൽ മുക്ക്, എന്നിട്ട് ഈച്ചനെ കളി, ആ വെള്ളം കുടിച്ചോ.
ഇത് പണ്ട് യുക്തിവാദികൾ എടുത്തിട്ട് പറഞ്ഞു മുഹമ്മദ് വിഡ്ഢിയാണ്. അബൂജാഹിൽ ആ കാലത്ത് തന്നെ പറഞ്ഞു ഈ ഈച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും വടക്കെട്ട ജീവിയാണ്, വൃത്തികെട്ട സ്ഥലത്തല്ലാതെ നല്ലോട് ഈച്ച ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ കൈന്റെ മുകളിൽ നല്ല ഊതിങ്ങനെ തേക്കുക, എന്നിട്ട് വെച്ചാൽ ഈച്ച വന്നിരിക്കും 1 കിലോമീറ്റർ അകലത്ത് പോലും വരില്ല. അതുകൊണ്ടല്ലേ റസാനത്തിന് മുസന്നിഫ് പറഞ്ഞത് വലാതകുൻ കദുബാബിൻ ഫിൽ ജുറൂഹി വകൽ ദുനസിഹാഹി മിനൽ അഇലാഇ മുസ്തലിമാ. നീ ഈച്ചനെ പോലെ ആവരുത്. ഈച്ച വടക്കെട്ട വൃത്തികെട്ട സ്ഥലത്തെ വന്നിരിക്കുന്നു, നല്ല സ്ഥലത്ത് ഈച്ച വരില്ല. അപ്പോ ആ ഈച്ച വന്ന് വെള്ളത്തിൽ വീണാൽ അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി അന്ന് പറഞ്ഞു മുഹമ്മദ് വിഡ്ഢിയാണ്. കാരണം ഈച്ച വന്ന് വെള്ളത്തിൽ വീണാൽ ഈച്ചനെ പിടിച്ച് പിന്നെ വെള്ളത്തിൽ ഒന്നും കൂടി കലക്കി കുടിക്കണം, ഈച്ച ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് വിഡ്ഢിയാ. സുബ്ഹാനല്ലാഹ്. 1386 കേട്ടോ, 1386 ജപ്പാനിൽ ജനിച്ച ഡോക്ടർ കൈറോ തുമിസ് എന്ന് പറഞ്ഞ മനുഷ്യൻ വന്നു. അയാൾ ഈ ഹദീസ് കണ്ടു. അയാൾ യുക്തിവാദിയാണ്, പക്ഷേ അയാൾ ഇസ്ലാമിനെ പഠിച്ചിട്ട് വിമർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വേണം. 99.9 യുക്തിവാദികൾ ഇസ്ലാമിനെ പഠിക്കാതെയാണ് കുറ്റം പറയുന്നത്. പഠിച്ചാൽ പിന്നെ കുറ്റം പറയൂല കേട്ടോ. കാരണം പഠിക്കേണ്ട മതമാണ് ഇസ്ലാം. അള്ളാന്റെ മതം, അള്ളാന്റെ നിയമമാണ്, അള്ളാന്റെ ബുദ്ധിയാണ്, അള്ളാന്റെ ഹിക്മത്താണ്. അത് മനുഷ്യന്റെ ബുദ്ധിയായി കമ്പയർ ചെയ്താൽ നടക്കത്തില്ല കേട്ടോ. അപ്പൊ ഇയാളെ ഈ ഹദീസ് കൊണ്ടുപോയിട്ട് ഇയാൾ ആദ്യം ചെയ്തത് ഈച്ചനെ പിടിച്ചിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ചു. എന്നിട്ട് പഠിച്ചു. ഈച്ചനെ വെള്ളത്തിലിട്ട് നോക്കി. വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പരിശോധിച്ചു. അപ്പോൾ ഈച്ചന്റെ കാല് മുങ്ങി വീഴുന്ന സ്ഥലത്ത് മാരകമായിരിക്കുന്ന വൈറസുകൾ വരുന്നുണ്ട്, ബാക്ടീരിയകളുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ ഈച്ചനെ ഒന്നുകൂടി പിടിച്ചതിൽ മുക്കി. അപ്പോഴയാൾ കണ്ടു ആ മാരകമായ വിഷത്തെ നശിപ്പിക്കുന്ന പ്രതിരോധ വാക്സിൻ ഈച്ചന്റെ മറ്റേ കാലിലുണ്ട്. ആന്റിഡോട്ട് എന്ന് പറയുന്ന പ്രതിരോധ വാക്സിൻ ഈച്ചന്റെ മറ്റേ ചിറകിലുണ്ടെന്ന് 1400 കൊല്ലം മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ എഴുതി തള്ളിയവര് ഇപ്പൊ പറയണോ അത് ശരിയാണ്. ശരിയാണ്. ഇപ്പോ മുസ്ലിങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്ത പല സാധനവും അല്ലേ? പന്നി ഇറച്ചി തിന്നാൻ പറ്റുമോ? പാടില്ല. പോർക്ക് തിന്നാൻ പാടുണ്ടോ? ഇല്ല. പന്നിയും പോർക്കൊക്കെ ഒന്ന് തന്നെയാണ്. നായ തിന്നാൻ പാടുണ്ടോ? എന്താണ് ഈ പന്നിനെ തിന്നരുത് എന്ന് പറയാനുള്ള കാരണം? ഈ അടുത്ത കാലത്ത് പന്നിയിൽ നിന്ന് മാരകമായ രോഗങ്ങൾ ഉണ്ടായപ്പോൾ ആ പന്നിയുടെ മാംസം കൊണ്ടുപോയി പരിശോധിച്ചപ്പോ പറഞ്ഞു പന്നി മാംസം കൊണ്ട് ശരീരത്തിന് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല മാരകമായ ഒരുപാട് രോഗങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നു പകരാൻ പന്നി മാംസത്തിന് സാധിക്കും. അതുകൊണ്ടാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ നിങ്ങൾ അത് കഴിക്കണ്ട. കഴിക്കാൻ ഇവിടെ ആട് കഴിച്ചോ, പോത്ത് കഴിച്ചോ, ബീഫ് കഴിച്ചോ, ചിക്കൻ കഴിച്ചോ, മട്ടൻ കഴിച്ചോ, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടവര് കഴിക്കാം, കഴിച്ചോളന്നില്ല, കഴിക്കേണ്ടവര് കഴിക്കാം. പക്ഷേ പന്നി വേണ്ട. അതിനെ നിരോധിക്കുന്നതിന്റെ പിന്നിലൊക്കെ ശാസ്ത്രീയമായ രഹസ്യങ്ങളുണ്ട്. ഈ ശാസ്ത്രം പടച്ചതും അത് തന്നെയാണ്. അല്ലാതെ യുക്തിവാദികൾ പറയും അതങ്ങനെ തദൈവ വെറുതെ ഉണ്ടായതാ, അത് നേച്ചറല്ല, അത് പ്രകൃതിയാണ്. വിഡ്ഢികളെ, ഈ പ്രകൃതിയുടെ പേരെന്നെയാണ്. അത് അല്ലാഹ് ഉണ്ടാക്കിയതന്നെ ഈ പ്രകൃതി. ഈ പ്രകൃതി കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ആരുണ്ടാക്കിയതാ? അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാതെ വെറുതെ ഉണ്ടായതാണ് അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന്റെ പേരിൽ നമ്മൾ ആദർശം മാറ്റണ്ട. നമ്മുടെ വിശ്വാസത്തിന് പുറകോട്ടും കൊണ്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലം മുമ്പേ മദീനയുടെ പള്ളിയുടെ മുകളിൽ നിന്ന് വിളിച്ചപ്പോൾ ആ വിളിനാരി ബഹുമാനപ്പെട്ട സാരിയത്ത് തങ്ങൾ നഗാവന്തി യുദ്ധക്കളത്തിൽ വെച്ച് കേട്ടു. മഹാനായ സാരിയത്ത് തങ്ങൾ കേട്ടത് ചെവി കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടത് കണ്ണുകൊണ്ടാണ്. 1600 മൈലപ്പുറത്ത് കിടക്കുന്ന സാരിയത്തിന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വിളി കേൾക്കുമെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ
എടുത്തൊന്ന് നോക്കിയാൽ നമുക്ക് കാണാം മക്കളെ, 4000 കൊല്ലം മുമ്പ് ജീവിച്ചുപോയ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ബൈബിളിൽ പറയുന്ന സോളമൻ, ഖുർആൻ പറയുന്ന സുലൈമാൻ ഒരൊറ്റാളാണ് കേട്ടോ. സുലൈമാൻ നബി അലൈഹിസ്സലാം കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നും ചരിത്രത്തിലുണ്ട് കേട്ടോ. ഇപ്പോ 4000 കൊല്ലം മുമ്പ് ഭാരതപ്പഴമ എന്ന് പറഞ്ഞൊരു പുസ്തകം അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നോക്കിയാൽ കാണാം, കേരളത്തിലെ മലപ്പുറം ജില്ലയില് നിലമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏറ്റവും പുരാതനമായ തേക്ക് തടികളുള്ള നാടാണ് നിലമ്പൂർ. നിലമ്പൂരിൽ ഒരു തേക്ക് മ്യൂസിയം തന്നെയുണ്ട്. ആ തേക്ക് മരത്തിലെ തേക്ക് തടികൾ മുറിച്ചു കൊണ്ടുപോയിട്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരം നിർമ്മിച്ചതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ് ജീവിച്ച പ്രവാചകനാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥ പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ സുലൈമാൻ നബിയുടെ കഥ പറഞ്ഞിടത്ത് കാണാം, ഒരു സമയത്ത് സുലൈമാൻ നബിയും പട്ടാളക്കാരും ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. പരിചാരകന്മാരും നടന്നു പോവുകയാണ്. ആ സമയത്താണ് സുലൈമാൻ നബി ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണ് ശബ്ദം? യാ അയ്യുഹൻ നംലൂ, ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ പോയി ഒളിച്ചോ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി കിടന്ന് ഒളിച്ചോ. കാരണം നിങ്ങൾ ഇപ്പൊ പോണ വഴിയിലൂടെ പോയാൽ ലോക ചക്രവർത്തിയായ നബിയുല്ലാഹി സുലൈമാൻ ഉറക്കെ പറഞ്ഞു അലൈഹിസ്സലാം, ലോകം മുഴുവൻ അടക്കി ഭരിച്ച വേൾഡ് വൈഡ് ചക്രവർത്തിയാണ് ആര്? നബിയുല്ലാഹി സുലൈമാൻ. അങ്ങനെ കുറച്ചാൾക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ ലോകത്ത്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയാണ്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപാണ്, ഇസ്രയേലിന്റെ പ്രസിഡന്റ് നെതന്യാഹുവാണ്. അയാൾ അങ്ങനെയും പറഞ്ഞാൽ പോരാ, കുറഞ്ഞ ഭാഷയിൽ പറഞ്ഞതാ ഞാൻ കേട്ടോ. ഇസ്രയേൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യമാണ്. ഹബീബായ തങ്ങളുടെ റൗള ഷരീഫിന്റെ ഉള്ളിലേക്ക് തുരങ്കണ്ടാക്കി പോയിട്ട് ഹബീബായ തങ്ങളുടെ റൗള ഉള്ളിൽ കടന്നിട്ട് ഹബീബായ തങ്ങളുടെ പരിശുദ്ധ ശരീരമെടുത്ത് കത്തിച്ചു കളയാനും അതിന്റെ ഉള്ളിൽ വക്കോല് കുത്തി നടക്കാനും ഹിജറ 626 ശ്രമം നടത്തി പരാജയപ്പെട്ടവരാണ് ഇന്ന് കാണുന്ന ഇസ്രയേൽ. ഒരു ചില്ലറക്കാരല്ല. അക്കാലത്ത് മദീന രാജ്യം ഭരിച്ചിരുന്ന രാജാവ്, അയാൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണിച്ചു കൊടുത്തു. രാജാവേ, എന്നെ ഖബറിൽ കിടക്കാൻ സമ്മതിക്കാതില്ല ഇവന്മാര്. ആര്? സ്വപ്നത്തിൽ 2 ആളുകളെ കാണിച്ചു കൊടുത്തു. 2 ആൾക്കാരെ കണ്ണും പൂച്ചയുടെ കണ്ണു പോലത്തെ കണ്ണ, വെളുത്ത കണ്ണ. ഇവരെ ഉടനെ പിടിക്കണം പറഞ്ഞു. രാജാവ് ഈ സ്വപ്നം രാത്രി നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ 3 വട്ടം കണ്ടു. കറാത്ത് മറാത്ത് കണ്ടു, റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് കണ്ടു. അപ്പൊ രാജാവ് പേടിച്ചു. നേരം വെളുക്കുമ്പോ പ്രധാനമന്ത്രിനെ വിളിച്ചു, മന്ത്രിമാരെ വിളിച്ചു, ഈ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു. സ്വപ്നത്തിനൊരു വ്യാഖ്യാനമൊക്കെ ഉണ്ട്. സാലിഹീങ്ങളുടെ സ്വപ്നം അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. സ്വപ്നത്തിന് വ്യാഖ്യാനമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കഴിവ് കൊടുത്തതായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഹ്വീലിൽ അഹാദീസ് വഅല്ലംതനി മിൻ തഹ്വീലിൽ അഹാദീസ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നീ എനിക്ക് തന്നു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തതായി പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോ 3 വട്ടം നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ സ്വപ്നം കണ്ടപ്പോ രാജാവ് മന്ത്രിസഭ വിളിച്ചു, വിഷയം അവതരിപ്പിച്ചു. ആ പ്രധാനമന്ത്രി പറഞ്ഞു, രാജാവേ, ആ സ്വപ്നം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് തന്നെ സൂക്ഷിക്കണം. ഹബീബായ തങ്ങളെ എന്തോ ആരോ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ കണ്ട വ്യക്തിനെ രാജാവിന് മാത്രമേ കണ്ടിട്ടുള്ളൂ സ്വപ്നത്തിൽ, മറ്റുള്ളവർ കണ്ട അറിയില്ലല്ലോ. അപ്പൊ എങ്ങനെ ഇവരെ കണ്ടുപിടിക്കും? അപ്പൊ പ്രധാനമന്ത്രി ഒരു തന്ത്രം പറഞ്ഞു, നമ്മളങ്ങ് പ്രഖ്യാപിക്കാം, നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും കൊട്ടാരത്തിൽ വന്നാൽ രാജാവിന്റെ വകയായി നാണയ വിതരണം. കാശിന്ന് കേൾക്കുമ്പോ എല്ലാരും ഓടി വരും. അങ്ങനെ പ്രഖ്യാപിച്ചു, എന്റെ കൊട്ടാരത്തിൽ വരുന്നവർക്കൊക്കെ നാണയം. 1000 10,000 വന്നു. രാജാവിന്റെ ഖജനാവ് കാലിയായി. പക്ഷേ സ്വപ്നത്തിൽ കണ്ട പൂച്ചക്കണ്ണന്മാരെ കണ്ടെത്താൻ പറ്റിയില്ല. രാജാവ് വീണ്ടും മീറ്റിംഗ് കൂടി, കാണാനില്ല. ഇനി എന്ത് ചെയ്യും?
അപ്പോഴാണ് രാജസദസ്സിൽ വന്ന ഒരു സാധാരണക്കാരൻ പറഞ്ഞു, രാജാവേ, രാജാവിന്റെ ഈ ഹദിയ സ്വീകരിക്കാൻ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും വന്നു, പക്ഷേ രണ്ടാള് വന്നിട്ടില്ല. അവര് ഒരാളുടെയും ഔദാര്യം സ്വീകരിക്കുന്നവരല്ല. നല്ല താടി വെച്ച തലയെ കെട്ടുകെട്ടിയ വല്ലവസ്ത്രം ധരിച്ച ആളുകളാണ്. തലയിൽ തലപ്പാവും മുഖത്ത് താടി, തുണിയോ ഞെരിയാണ് കൊരൽപ്പം കേറി. നല്ല തലയെക്കെട്ടും ജരിയാനിയുടെ മുകളിൽ കണങ്കാലിന്റെ മധ്യത്തിലുള്ള സൂഫീസത്തിന്റെ തുണി. അവരെ കണ്ടാൽ തന്നെ നല്ല മനുഷ്യരാണ്, മുത്തഖീങ്ങളാണ്, അവരാരുടെയും ഔദാര്യം സ്വീകരിക്കുന്നവരല്ല. അപ്പ രാജാവ് പറഞ്ഞു, എന്നാൽ അവരെ കൊണ്ടൊന്നത് ആരംഭിക്കാലോ, ഇവരെ കണ്ടുപിടിക്കാൻ. കുതിരപ്പുറത്ത് കയറി ആ വ്യക്തി പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കഅബ ഹറമിന്റെ തൊട്ടപ്പുറത്ത് റൗള ഷരീഫിന്റെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി, ടെന്റ് കെട്ടി, അതിന്റെ അകത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്. രാജാവ് ചെന്നപ്പോൾ വളരെ ബഹുമാനത്തോടെ ഖുർആൻ മടക്കി വെച്ച് കൈ കൊടുത്ത് മുസാഫാത്ത് ചെയ്ത് സലാം പറഞ്ഞു. രാജാവ് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? പേര് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രാജാവിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു, തലേ ദിവസം രാത്രി സ്വപ്നം കണ്ട രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇവർ. അവരുടെ രൂപം രാജാവിന്റെ മനസ്സിൽ തെളിഞ്ഞു. പക്ഷേ രാജാവ് അവരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ എവിടുന്ന് വന്നവരാണ്? എന്തിനു വന്നവരാണ്? ലക്ഷ്യം എന്താണ്? കാര്യം എന്താണ്? അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ റൗദന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇവിടെ ഇന്ന് ഖുർആൻ ഓതി തീർക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് വന്നവരാണ്. പെട്ടെന്ന് രാജാവിന്റെ ബുദ്ധി അങ്ങ് പോയപ്പോൾ അതിലിരിക്കുന്ന ഒരുത്തന്റെ കസേരയുടെ അടിയിൽ മണ്ണ് ഇളകിക്കിടക്കുന്നത് കണ്ടു. അവൻ അവിടുന്ന് വലിച്ചു മാറ്റി കസേര എടുത്ത് പുറത്തിട്ടപ്പോൾ ഒരു ഗുഹ. ആ ഗുഹയിൽ പട്ടാളക്കാരിറങ്ങി നോക്കുമ്പോൾ ആ ഗുഹ പോകുന്നത് എവിടേക്കാണ്? മദീനയിൽ കിടക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഖബറിലേക്കാണ് പോകുന്നത്. റൗള ഷരീഫിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഒരു 2 ദിവസം കൂടി കേൾപ്പെട്ടാൽ ഖബറിന്റെ ഉള്ളിൽ കയറും. ഹബീബായ തങ്ങളെ എടുത്തു കൊണ്ടുപോകും. പകരം അതിര് വക്കോലും മറ്റും കുത്തി നിറക്കും. ഇസ്രയേല് പറഞ്ഞയച്ച ചാരന്മാരാണ്. രാജാവ് ക്വസ്റ്റ്യൻ ചെയ്തു, അവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. ഹറമിന്റെ പുറത്ത് കൊണ്ടുപോയി തലവെട്ടിക്കളഞ്ഞു. ഇതിലും വലിയ ശത്രുത മുസ്ലിമീങ്ങളോട് ഇനി ചെയ്യാനുണ്ടോ? റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ തുറന്ന് അതിന്റെ ഉള്ളിൽ കയറി ആ ഭൗതിക ശരീരം എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞ് ലോക മുസ്ലിമീങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ പാരമ്പര്യം ചതിയുടെയും വഞ്ചനയുടെയും അക്രമത്തിന്റെയും കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും പ്രതീകമാണ് എക്കാലത്തും ഇസ്രായേൽ. ചരിത്രം അങ്ങനെയാ കാണുന്നത്. നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞു വന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു പട്ടാളക്കാരോട്, പട്ടാളക്കാരെ, നമ്മൾ ഈ വഴിയിൽ പോണ്ട, അങ്ങോട്ട് തിരി. നമ്മളിപ്പോ പോണ വഴിയില് കുറച്ച് ഉറുമ്പുകൾ നടന്നു പോകുന്നുണ്ട്. ആ ഉറുമ്പുകളുടെ നേതാവായ ഉറുമ്പ് മറ്റേ ഉറുമ്പുകളോട് പറയാണ്, യാ അയ്യുഹൻ നംലു, ഏ ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനക്കും, നിങ്ങൾ വേഗം മാളത്തിൽ കയറി ഒളിച്ചോ. ലാ യഹ്തിമന്നക്കും സുലൈമാൻ, സുലൈമാനും പട്ടാളും ഈ വഴിക്ക് വരുന്നുണ്ട്, അതിന്റെ കാലിന്റെ അടിപ്പെട്ട് നിങ്ങളൊക്കെ ചത്തുപോകും, രക്ഷ വേണോ, മാളത്തിൽ ഒളിച്ചോ. ഇത് മൈലുകൾക്കപ്പുറത്ത് ഉറുമ്പുകളുടെ ശബ്ദം സുലൈമാൻ നബിയുടെ കാതിൽ കേട്ടു. കേട്ടാൽ തന്നെ മനസ്സിലാകുമോ? അപ്പൊ മയിലൊന്നും വേണ്ട. ഇവിടെ ഇപ്പൊ നമ്മള് വാല് പറയുന്ന സ്ഥലം. ഞാനൊരു പൂച്ച വന്നു നോക്കാം. പൂച്ച നല്ല ജീവിയല്ലേ, ബറക്കത്തുള്ള ജീവിയാ പൂച്ച. പൂച്ച വീട്ടിൽ വന്നാൽ ആട്ടി ഓടിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് ആദവനാട് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഓതി പഠിക്കുന്ന ഒരു മുത്താരിം എന്റെ കൂടെ ഇവിടെ വാതിന് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇടയ്ക്ക് ദർശനം നടത്തി കൊടുക്കാറുണ്ട്. അവിടെ ഒരു പൂച്ച, ആ പള്ളിയിൽ നല്ല വെളുത്ത പൂച്ച. ഉസ്താദുമാരെ കണ്ടാൽ കാലിന്റെ അടിയിൽ ഇങ്ങനെ വന്ന് കിടക്കും. പള്ളിയിലാ മൂപ്പരക്കടുത്തം. ആ പള്ളിയിൽ മൂത്രമൊഴിക്കണില്ല, കാഷ്ടിക്കണില്ല, ഒരു നജസ് പോലും പള്ളിയിലാക്കാതെ ആ പള്ളിയുടെ ഹുർമത്ത് ഇങ്ങനെ കാക്കണ പൂച്ച. ആ പൂച്ചനെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത മഹബത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഐഷ ബീവിയോട്, ഐഷ, പൂച്ചനെ നീ ആട്ടി ഓടിക്കണ്ട, അത് ബറക്കത്തുള്ള ജീവിയാണ്. പൂച്ച നിങ്ങളെ തവാഫ് ചെയ്ത് കിടക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് പൂച്ച കുടിച്ചതിന്റെ ബാക്കി ബീവി ഐഷ റളിയല്ലാഹു അൻഹ കുടിച്ചതായി കാണാം. പൂച്ച കിടന്നുറങ്ങുമ്പോ ആ പൂച്ചനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കാതെ വിരിപ്പ് മുറിച്ചു കൊണ്ടുപോയ ചരിത്രങ്ങൾ കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു പൂച്ച ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാണ്, എന്താ ഇതിന്റെ അർത്ഥം നമുക്കറിയാം.
ഒരു നായ ഇവിടെ വന്ന് പറയാണ് ബൗ ബൗ ബൗ. നായന്റെ ലാംഗ്വേജ് നായക്കറി, പൂച്ചന്റെ ലാംഗ്വേജ് പൂച്ചക്കറി, മറ്റുള്ളതിന്റെ ലാംഗ്വേജ് അതാത് ജീവികൾക്കറിയും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഉറുമ്പിന്റെ സംസാരം അറിയാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പട്ടികളുടെ സംസാരം അറിയാം, സുലൈമാൻ നബിക്ക് പൂച്ചകളുടെ സംസാരം അറിയാം. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വഴിപ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ. ഓർക്കപ്പറാമോനെ, നബിയുല്ലാഹി സുലൈമാൻ കേട്ടോ അലൈഹിസ്സലാം. എന്ത് ചരിത്ര ഖുർആൻ പറഞ്ഞു വെക്കണേ, നമ്മളതൊക്കെ ഒന്ന് പഠിക്കണം. ജിന്നുകളാണ് സുലൈമാൻ നബിയുടെ ഖാദിമീങ്ങൾ. ശൈത്താന്മാരെ സുലൈമാൻ നബിയുടെ കീഴിലാക്കി, അണ്ടറിലാക്കി. അതുകൊണ്ടല്ലേ ഒരിക്കൽ സുലൈമാൻ നബി കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒറ്റ ചോദ്യമാണ്, അയ്യക്കും യഅ്തീനി ബിഅർശിഹാ. എന്താ ചോദിച്ചത്? ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൽ ഒരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിയുടെ പേരാണ് ബിൽഖീസ്. അവളിരിക്കുന്ന ഒരു സിംഹാസനം, വല്ലാത്ത സിംഹാസനം, കനക സിംഹാസനം. സുലൈമാൻ നബി ചോദിക്കുകയാണ് ജിന്നുകളോട്, ശൈത്താന്മാരോട്, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, ആ ബിൽഖീസിലിരിക്കുന്ന സിംഹാസനം ഏറ്റവും സ്പീഡിൽ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയാ? അപ്പൊ ഖുർആൻ പറയുന്നു, ഫഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിലെ കടുത്ത മല്ലന്മാരായ ജിന്ന്, ഭയങ്കര പവറുള്ള ജിന്ന്, അവരാണ് ഇഫ്രീത്ത്. ആവൻ നീച്ചിട്ട് പറഞ്ഞു, അന ആതിക, സുലൈമാൻ നബിയെ അതിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം. എത്ര സമയം? സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, വാട്ട് ഈസ് ദ ടൈം? എത്ര ടൈം? സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു ചോദിച്ചപ്പോ ആ ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കസാരയിൽ ഇപ്പൊ ഇരിക്കല്ലേ, ഇതും വന്ന് പോണേന്റെ മുമ്പ് ഏകദേശം രാവിലെ സുലൈമാൻ നബി അലൈഹി സ്വലാം കസാരമ കയറിയ ഒരു ഉച്ചത്തിരിയും ഒരു 3 മണിയാവുന്നു വെച്ചോ കസാരമെന്ന് ഇരിക്കാൻ. അപ്പൊ 1600 മൈല് അപ്പുറത്ത് കിടക്കുന്ന രാജ്യത്തെ സിംഹാസനം ഒരു 3-4 മണിക്കൂറിന്റെ ഉള്ളില് നിങ്ങളുടെ മുമ്പില് ഞാൻ കൊണ്ടുവന്നരാന്ന് ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതിനേക്കാൾ സ്പീഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അപ്പൊ ശൈത്താന്മാര് പോലും പറഞ്ഞു, സുലൈമാൻ നബിയെ ഇഫ്രീത്തിനേക്കാൾ കഴിവുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. നമ്മുടെ കൂട്ടത്തിലെ മല്ലന്മാര് ഇഫ്രീത്താണ്. ഇതിനെ ഭാഗം മറിച്ചു കിടക്കാൻ നമുക്ക് ആർക്കും പറ്റൂല. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോൾ മജ്‌ലിസിലിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, സാധുവായൊരു മനുഷ്യൻ, താടി നീണ്ടുപോയൊരു മനുഷ്യൻ, വൃദ്ധനായൊരു മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞാണ്, സുലൈമാൻ നബിയേ, അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? ആസഫ് ഇബ്നു ബിർഖിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ബിൽഖീസിന്റെ രാജസിംഹാസനം ഏതാനും സെക്കൻഡ്, എത്ര ടൈം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി മിഴിക്കുന്നതിന്റെ ഉള്ളിൽ, ഒരൊറ്റ സെക്കൻഡിന്റെ ഉള്ളില് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞപ്പോ ശൈത്താന്മാര് ഞെട്ടി. ഇഫ്രീത്ത് കടകടാ വിറച്ചു. മനുഷ്യനാ പറയണത്, ഞാൻ കൊണ്ടുവന്നരാ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാ അതൊന്ന് കാണട്ടെ. സുലൈമാൻ നബിയോട് ആസഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ണ് ചിമ്മിക്കോ. കണ്ണ് ചിമ്മി സുലൈമാൻ നബിയുടെ മുമ്പിൽ പെട്ടെന്ന് അതാ ബിൽഖീസിന്റെ സിംഹാസനം വന്നു. ഇത് കണ്ടപ്പോ ശൈത്താൻ കെടുകൊടുത്തു. ജിന്നുകൾ വിറച്ചു, പ്രേതങ്ങൾ വിറച്ചു. ആസഫ് ഇബ്നു ബിർഖിയ റളിയല്ലാഹു അൻഹുവിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിച്ചു? ഇതെങ്ങനെ സാധിച്ചത്? അത് സാധിച്ചതിന്റെ രഹസ്യം മൊയ്ലിയന്മാരുട്ടികൾ നല്ലോണം മനസ്സിലാക്കിക്കോ, നിങ്ങളും ഞാനും എല്ലാവരും. ഇതിന്റെ രഹസ്യം സുലൈമാൻ നബിക്ക് ആസഫ് ഇബ്നു ബിർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ? സുലൈമാൻ നബിയെ, ഞാനല്ല ഇത് കൊണ്ടുവന്നത്, ഇത് എനിക്ക് എത്തിച്ചിരുന്നത് അള്ളയാണ്. എന്താണ് ഇതിന്റെ രഹസ്യം എന്നറിയോ? ഇസ്മുൽ ആദമാണ്. അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ആ പേരിൽ ഒരു പേര് ഇസ്മുൽ ആദമാണ്. അത് ഇന്നതാണെന്ന് പറയാൻ നമുക്കറിഞ്ഞൂടാ. അത് അറിയിപ്പി അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്ന മഹാൻ ആരാന്നറിയോ? നബിയുല്ലാഹി ഖദർ അലൈഹിസ്സലാം.
ഖദർ അലൈഹിസ്സലാമുമായി ബന്ധമുള്ളവർക്ക് ഇസ്മുല്ലാദം അറിയിച്ചു കൊടുക്കും. അതല്ലേ ചില ഔലിയാക്കൾ ഇവിടെ കണ്ടോരെ നമ്മൾ അജ്ജിന് പോകുമ്പോൾ മൂപ്പര് ഇവിടെ ഉണ്ട്, കഅബത്ത് കഴിഞ്ഞപ്പോ അവിടെയുണ്ട്, മൂപ്പര് എങ്ങനെ ഇവിടെ അങ്ങനെ കുറെ കഴിവുകളുണ്ടല്ലോ. മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നത് അവിടെ കണ്ടു, അവിടെ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടു. ഇസ്മുല്ലാദം അറിയുന്നവൻ ഇങ്ങനെയൊക്കെ ലോകം അല്ലാഹു തആല ചുരുക്കി കൊടുക്കും. ആസബ് നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഇസ്മുല്ലാദമാണ്. ഇസ്മുല്ലാദം ചൊല്ലിയാൽ പെട്ടെന്ന് ഇജാബത്തുണ്ട്, ഉദ്ദേശിച്ച കാര്യം നടക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദ് റാത്തീബ് ചെല്ലാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേര് പറയാൻ പറഞ്ഞു. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. ഇതിൽ ഒന്ന് ഇസ്മുല്ലാദമാണ്. ഏതാണെന്നറിയൂല. അത് മഹാന്മാരുമായി ബന്ധപ്പെട്ടാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് പിശാചിനല്ല കഴിവുള്ളത്, ശൈത്താനല്ല കഴിവുള്ളത്, ഇഫ്രീത്തിനല്ല കഴിവുള്ളത്. കഴിവല്ല ഏറ്റവും അധികം കൊടുത്തത് മനുഷ്യനാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കാണ്, അംബിയാക്കൾക്കാണ്. അത് കഴിഞ്ഞാൽ അതിനോട് പിൻപറ്റി നിൽക്കുന്നവർക്കാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കഴിവ് കൊടുത്തതാരാണ്? അല്ലാഹുവാണ്. 4000 കൊല്ലം മുമ്പ് സുലൈമാൻ നബിക്ക് കൊടുത്ത കഴിവ് 1400 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കൊടുത്തു. ഇപ്പോഴാണ് ഞമ്മക്ക് കിട്ടിയത്. നിങ്ങളുടെ കയ്യില് ഈ സാധനല്ലേ സുനാമി മൊബൈൽ അതില്ലാത്ത ഇപ്പൊ പ്രസവിച്ച് വീണ കുട്ടിക്കും ഉണ്ട് സിം കാർഡും മൊബൈലും. അതില്ലെങ്കിൽ കുട്ടി കരയാതിരിക്കൂല. ഇപ്പൊ നിങ്ങള് എന്ത് കളിപ്പാട്ടം കൊടുത്താൽ ഇക്ക് വേണ്ട. കാറ് തരാൻ മോനെ, ആർക്ക് കാറ്, മോട്ടോർ സൈക്കിൾ പഠിച്ചാൽ എനിക്ക് വേണ്ടേ, മൊബൈൽ തരാം. കുട്ടികൾ കരച്ചിൽ മാറ്റണം, ചോറ് കഴിക്കണം, അല്ലെ ഉമ്മ പറഞ്ഞ കേൾക്കണം, ഉസ്താദ് പറഞ്ഞ കേൾക്കണം, ആര് പറഞ്ഞ കേൾക്കണോ, മൊബൈൽ കൊടുത്താൽ മതി. കാരണം അത് ലോകം മുഴുവൻ അതിന്റെ അകത്താണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം അമേരിക്കയിൽ കാണുന്നു, ലണ്ടനിൽ കാണുന്നു, സൗദിയിൽ കാണുന്നു, ഖത്തറിൽ കാണുന്നു, എവിടെയും കാണാം. ഇവിടുന്ന് വേണമെങ്കിൽ അങ്ങോട്ട് വിളിക്കും ചെയ്യാം, ഓൺലൈനിൽ വിളിച്ചൂടെ. ഇതാണ് ഖുർആൻ പറഞ്ഞത്. 4000 കൊല്ലം മുമ്പ് സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്തു. 1400 കൊല്ലം ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന് കൊടുത്തു. അല്ലാഹു ഏറ്റവും വലിയ പവർ വിഐപികൾക്കാണ് കൊടുക്കുക. അത് ആദ്യം അമ്പിയാക്കൾക്ക്, പിന്നെ ഔലിയാക്കൾക്ക്, പിന്നെ നമ്മളെ പോലത്തെ 4ാം കടക്കാർക്ക് കിട്ടുമ്പോ കാലം കുറെ കഴിയും. ഈ നമുക്ക് ഇതാ മൊബൈൽ വന്നു, തന്നെ ടെക്നോളജി. ഈ ലോകത്ത് ഇസ്ലാം പരിചയപ്പെടുത്താത്ത, അല്ലാഹുവിന്റെ ഔലിയാക്കളിലെത്താത്ത, അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് കൊടുക്കാത്ത ഒരു ടെക്നോളജിയും ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ലോകം പുരോഗമിച്ചില്ലേ? പുരോഗമിച്ചു. നമ്മളങ്ങനല്ലേ പറയാ. ഇത് റജബാണ്. റജബുൻ ഷഹ്റുല്ലാഹ്. റജബ് അള്ളാന്റെ മാസമാണ്. വശഅബാനു ശഹരി. ശഅബാൻ എന്റെ മാസമാണ്. വറമദാനു ഉമ്മത്തി. റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. അല്ലേ? ഈ റജബ് ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രത്യേകത എന്താ? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലാ. റജബ് മാസം 77-ാം രാവ് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് കയറ്റി മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്ന് മരിച്ചുപോയ അമ്പിയാക്കളുടെ മഖബറ സിയാറത്ത് ചെയ്തു. എല്ലാ നബിമാർക്കും ഇമാമായി ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു. എന്നിട്ട് 1-ാം ആകാശത്ത് കയറി, 2-ാം ആകാശത്ത് കയറി, 3-ഉം കയറി, 4-ഉം കയറി, 5-ഉം കയറി, 6-ഉം കയറി, 7-ഉം കയറി. അപ്പുറത്ത് സിദ്റത്തുൽ മുന്തഖ കടന്നു. അർശ് കണ്ടു, കുർശ് കണ്ടു, ലൗഹ് കണ്ടു, അല്ലാഹനെ കണ്ടു, നേർക്ക് നേരെ കണ്ടു, സംസാരിച്ചു. 50 വഖത്ത് നിസ്കാരം സമ്മാനം വാങ്ങി തിരിച്ചു റിട്ടേൺ ഭൂമിയിൽ വന്നു. ഇതൊക്കെ ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂർ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുള്ള മർക്കസിന്റെ പേര് ഏതാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? കാരന്തൂർ മർക്കസല്ല, സുന്നി മർക്കസല്ല, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു മർക്കസ് ഉണ്ട്. ഹുയിസ്തനയും ISRO ഇന്ത്യയിലെ മൊത്തം ശാസ്ത്രജ്ഞന്മാരുടെയും മർക്കസിന്റെ പേരാണ് ISRO. ആ ISRO ഇന്ന് റോക്കറ്റ് വിക്ഷേപിക്കാറുണ്ട്. എവിടേക്ക്? ആകാശം 1.
വല്ലാതെ പോയാൽ ആകാശം രണ്ട്. രണ്ടാനാകാശത്താണ് ചൊവ്വയുള്ളത്. നാലാനാകാശവും കടക്കാൻ ഇന്ന് വരെ ഒരു റോക്കറ്റിന് കഴിഞ്ഞിട്ടില്ല. സൂര്യന്റെ 7 അയലത്തെത്താൻ ഒരു റോക്കറ്റിന് കഴിയോ? കരിഞ്ഞ് ചമ്മന്തിയാവും. സൂര്യൻ എത്രാമത്തെ ആകാശത്തിലാ? 4. നാലാനാകാശത്തിന് മീതെ പറക്കാൻ ആർക്കേലും കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ വല്ലാതെ പറയാം, ഞങ്ങൾക്ക് ഇപ്പൊ എവിടെ ചിമയിലരെ, നിങ്ങൾ പയഞ്ചന്മാരൊന്നല്ല, ഞങ്ങൾ ശാസ്ത്രമാണ്, ഞങ്ങൾ പുരോഗമനമാണ്, നിങ്ങൾ ഇന്റർനെറ്റ് ആണ്. മണ്ണാങ്കട്ടയാടോ നിങ്ങൾ സൂര്യന്റെ അപ്പുറത്ത് നടന്നിട്ടില്ല. 1400 കൊല്ലം മുമ്പ് ഹബീബായ തങ്ങള് ഒരു ഇന്റർനെറ്റും ഇല്ല, ഒരു ഓക്സിജൻ ഇല്ല, ഒരു ഫെസിലിറ്റി ഇല്ലാതെ സൂര്യനെ കടന്നു, ചന്ദ്രനെ കടന്നു, വ്യാഴം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എല്ലാം കടന്നു, സിദ്റത്തുൽ മുൻതഹ കടന്നു. ജിബ്രീൽ പോലും കടക്കാൻ പറ്റാത്ത സ്ഥലത്തെത്തി അല്ലാഹുവിനെ കണ്ടു. അല്ലാഹു തആല ചോദിച്ചു, മുഹമ്മദ് നബിയെ, ഇന്ന് വരെ ഒരു സൃഷ്ടി ഈ സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ അടുത്ത് എല്ലാ മറകളും നീക്കി കണ്ണുകൊണ്ട് അല്ലാഹുവിനെ നേരെ കാണുക. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതുവരെ? നമുക്ക് കാണും അല്ലാഹുവിനെ. എവിടെ? അങ്ങനെ ഒരു സമയമുണ്ട്. നമ്മളൊക്കെ അല്ലാഹുവോട് ചോദിക്കാറുണ്ട്, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചോനെ എനിക്ക് സ്വർഗ്ഗം താ. പിന്നെ വല്ലാതെ ഒന്നുകൂടി പറഞ്ഞാ പറയും, പടച്ചോനെ ഉരുളിങ്ങൾ താട്ടാ. വെറുതെ കാര്യം സ്വർഗം വേണ്ട, പെണ്ണുങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഉരുളികൾ ഉണ്ടായിക്കോട്ടെ അല്ലേ സ്വർഗത്തിൽ. പിന്നെ ഞങ്ങൾക്ക് സ്വർണത്തിന്റെ കൊട്ടാരം വേണം, പിന്നെ പാലും തേനും ഒഴുകുന്ന നദി വേണം. ഇതൊക്കെയാണ് സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങൾ തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ മോമിനിങ്ങളൊക്കെ അവസാനം സ്വർഗത്തിൽ കിടക്കും, മുത്തുനബിയുടെ ശഫാഅത്തോടെ കിടക്കും. അങ്ങനെ കടന്നാൽ സ്വർഗത്തിൽ ഇങ്ങനെ സുഖിച്ച് രമിച്ച് സുഖിച്ച് ഇങ്ങനെ വെട്ടി വെലസി നടക്കും നമ്മളിങ്ങനെ. അപ്പോ എല്ലപ്പോഴും വലിയന്മാര് വന്ന നരകല്ലേ പറയല്, അതവിടെ കട്ടെ കുറച്ച് സ്വർഗം പറഞ്ഞോക്കെ, ആൾക്കാരെ ഒന്ന് ത്രില്ലടിപ്പിക്കാം. എന്നാലെങ്കിലും ഈമാണ്ടാക്കാൻ 2 മാർഗമുണ്ട്. ഔലിയാക്കള് ചിലവർ നല്ല പാട്ട് പാടാറുണ്ട് കേട്ടോ. പാട്ട് പാടുന്ന ഔലിയാക്കൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തില്. മലപ്പുറം ജില്ലയില് ഒരു മസ്താനുപ്പാപ്പ ഉണ്ടായിരുന്നു. മൂപ്പരുടെ ദിക്റൊക്കെ പാട്ടാ. മൂപ്പരെന്താ പാടുക? ഒരു പാട്ട് ഞാൻ പാടിയതാണ്. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. ഇത് പ്രഥമ ദൃഷ്ടി അർത്ഥം വെച്ച സെക്സ് ആവും. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. മൂപ്പര് ഈ ഷഹ്വത്ത് ഇളകി അണക്കാന്ന് തോന്നും. പച്ച മലയാളത്തിൽ പറയാച്ച, ഓ എന്താ ഔലിയാടോ ഇത്. ഇത് ഞാനൊരു 30 കൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോ മറ്റേ കൗമ പറയേണ്ട ആവശ്യമില്ല, മറ്റോരെ നമ്മുടെ ആന്റി ഓപ്പോസിറ്റ് ഉള്ളവര് വന്നിട്ട് പറഞ്ഞു, ഇതാത്തരെ മുള്ളൂർക്കരുടെ ഔലിയ. ആടോ ഇതന്നെ ഞങ്ങളുടെ ഔലിയ. ആണടോ ഇതന്നെ ഞങ്ങളുടെ ഔലിയാന്ന്. പണ്ട് ശുജായി പറഞ്ഞില്ലേ, ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പവാചകം പോരെ. ബുദ്ധിയുള്ള മനുഷ്യർക്ക് കുറച്ച് മതി, വിവരമില്ലാത്തവനോട് കുറെ പറയണം. ബുദ്ധിയുള്ളവർ കുറച്ചേ പറയും കേട്ടോ, അത് കുറച്ച് മതി ബുദ്ധിയുള്ളവരോട്. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. മൂപ്പരിങ്ങനെ ഒരു വടിയും പിടിച്ച് നിൽക്കുക, പെണ്ണെത്താൻ പൂതി കൈലാത്ത കേട്, പെണ്ണെട്ടാൻ പൂതി കൈലാത്ത കേട്. അപ്പൊ ആ നാട്ടുകാർ വിചാരിച്ചു, പാവം പാപ്പ പെണ്ണെട്ടാൻ പൂതിണ്ട്, കായില്ല. അത് പറഞ്ഞു പിരാന്തായിരിക്കാം. അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് നമ്മളൊരു പണി ചെയ്യാം. ഇത് മലപ്പുറം ജില്ലയിലുള്ള സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ കബറിപ്പോഴും അവിടെ ഉണ്ട്. മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പൂതിപ്പാപ്പ എന്നാണ്. മീസാൻ കല്ലിന്റെ മുകളിൽ പൂതിപ്പാപ്പ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ ഇടക്കിടക്ക് സിയാറത്ത് ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ നാട്ടുകാരൊരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഈ പാപ്പാക്ക് ഒരു പെണ്ണ് കെട്ടിച്ചോർക്കാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ പെണ്ണ് വേണ്ടേ അന്വേഷിച്ചപ്പോൾ ഒരു കദിയാത്താന് കിട്ടിയ ഒരു ഖദീജ താത്ത. ഭർത്താവൊക്കെ മരിച്ച് ഇനി ഖബർ സ്വപ്നം കണ്ട് കിടക്കുക, ഇനി ദുനിയാവൊന്നും വേണ്ട, ഖബർ മതി. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഒരു മഹാനാണ്, ഒരു സൂഫിയാണ്, നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാന്നൊക്കെ പറഞ്ഞപ്പോ ആ തള്ള ഉമ്മ സമ്മതിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനി കൊടുക്കാൻ മഹറിന് കൈയുണ്ടേ, അതവരെല്ലാരും കൂടി പിരിവെടുത്തു, ഡ്രസ്സും പിരിവെടുത്തുണ്ടാക്കി ഈ പാപ്പാനെ തെരഞ്ഞിങ്ങനെ നടന്നു. അപ്പൊ മൂപ്പര് ഒരു ചായപ്പീടിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചായയും കുടിച്ച് ഇതന്നെ പറയുന്നു, പെണ്ണെട്ടാൻ പൂതി കൈലാത്ത കേട്, പെണ്ണെട്ടാൻ പൂതി കൈലാത്ത കേട് ഇത് പറഞ്ഞ് ചായ കുടിച്ചിരിക്കുക. അപ്പൊ ഈ നാട്ടുകാർ ചെറുപ്പക്കാരി എന്നിട്ട് പറഞ്ഞു, പാപ്പ ഇനി നിർത്തി, നിങ്ങള് പറയണ്ട, കുറെ കാലമായി ഞങ്ങളിത് കേൾക്കൽ തുടങ്ങിയിട്ട്, ഞങ്ങളിപ്പോ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കാം. ഖദീജ താത്ത നിങ്ങൾക്ക് പെണ്ണുവാക്കി, മഹർ പിടിച്ചോ, ഡ്രസ് പിടിച്ചോ, ഒക്കെ നിൽക്കാം. ഇനി ഞങ്ങൾ പെണ്ണെട്ടിട്ട് ആ പൂതി തീർന്നിട്ടാണ് മരിച്ചാലും കുഴപ്പമില്ല, ഈ പാട്ട് കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ
ഈ പൂതിപ്പാപ്പ ചോദിച്ചു, മക്കളെ ഏതാ എന്റെ പെണ്ണ് ചോദിച്ചു. അത് മറ്റോടത്താ കദിയാത്ത ആ ഖദീജ, അവളാ പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഏതാ, നിങ്ങൾക്ക് 17 വയസ്സുള്ള കിട്ടുവെച്ചിട്ട് അപ്പൊ നിങ്ങൾ നടക്കണ്. താടിയും തലയും നരച്ചു, പുരികം നരച്ചു, എല്ലാം നരച്ച്, തൊലിയൊക്കെ ഇങ്ങനെയായി, ചുണ്ട് ഇങ്ങനെയായി. നിങ്ങൾക്ക് 16 വയസ്സുള്ള പെൺകുട്ടിനെ കിട്ടുവെച്ചിട്ട് നിങ്ങൾ ഇറക്കണ്. ചെറുപ്പക്കാരി ചോദിച്ചു, പറ്റില്ല മോനെ, കതിയാനെ പറ്റില്ല. ഞാൻ പറഞ്ഞ ഇതല്ല, പിന്നെ നിങ്ങളെ ഏത് പെണ്ണാ പറഞ്ഞത്? അപ്പോഴാണ് പൂതിപ്പാപ്പ പറഞ്ഞു കൊടുത്തത്, കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ ലം യതമിസുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ. മക്കളെ, ഞാൻ പാടുന്ന പാട്ട് ദുനിയാവിലെ ഖദീജാക്കല്ല, പാത്തുമ്മാക്കല്ല, നബീസാക്കല്ല. എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ പെണ്ണാണ്. സ്വർഗത്തിൽ കയറണം, എനിക്ക് പെണ്ണിനെയും കിട്ടണം. സ്വർഗം വേണം, പെണ്ണും വേണം. സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ഈ ചെറുപ്പക്കാരി ചോദിച്ചു, സ്വർഗം കിട്ടാൻ പണം വേണം, പണം വേണം, പണം വേണം പറഞ്ഞാൽ നടക്കോ? പാപ്പ പറയാണ്, മക്കളെ, ഞാൻ പറഞ്ഞ പണം ദുനിയാവിന്റെ നക്കിപ്പിച്ച പണമല്ല, ഇബാദത്താകുന്ന പണം എന്റെ കയ്യിലില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണുമില്ല. എനിക്ക് ഈ പെണ്ണും വേണ്ട, നിങ്ങളുടെ മകറും വേണ്ട. ഞാൻ പോകാന്ന് പറഞ്ഞ് പടിയെടുത്തിട്ട് പാടി, പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. മരിക്കുന്ന സമയം വരെ ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് പൂതിപ്പാപ്പ കഴിഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ലോകത്തേക്ക് നാം നീങ്ങുമ്പോ അവരാഗ്രഹിച്ചതെന്താ? സ്വർഗത്തിൽ കയറണം. അവരുടെ കൽബിലുള്ളത് എന്താണെന്നറിയോ? അല്ലാഹനെ കാണണം, അല്ലാഹനെ കാണണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ബൽഖ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. 18 രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ പട്ടം ധരിച്ച ആളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങള്. ഒരിക്കലാ കൊട്ടാരത്തിന്റെ പുറത്ത് വരികയാണ്. ഒരു കൂജയിൽ വെള്ളമെടുക്കുകയാണ്, ഒരു കയ്യിൽ മുസ്ഹഫ് എടുക്കുകയാണ്. എന്നിട്ടൊരു പാട്ട് പാടുകയാണ്. തറഖത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ അയാല ലികൈ അറാക. തറഖത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ അയാല ലികൈ അറാക. അല്ലാഹുവേ, എന്റെ മക്കൾ എനിക്കിനി വേണ്ട, എന്റെ ഭാര്യ വേണ്ട, എനിക്ക് കൊട്ടാരം വേണ്ട, എനിക്ക് രാജാധികാരം വേണ്ട, എനിക്ക് ചക്രവർത്തിയും വേണ്ട, എനിക്ക് സ്വർണ്ണ കിരീടം വേണ്ട. എനിക്ക് അല്ലാ നിന്നെ കാണണം, നിന്നെ കാണണം, നിന്നെ കാണണം. നമ്മുടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ ലവ് യു അല്ലാ, ഐ ലവ് യു അല്ലാ. ഔലിയാക്കളെ അള്ളാനെ പ്രേമിച്ചത്. നിങ്ങൾ ചോദിക്കും, അള്ളാനെ പ്രേമിക്കാൻ പാടുണ്ടോ? പിന്നെ ആരനെ പ്രേമിക്കുക? നിങ്ങളൊരു പെണ്ണിനെ പ്രേമിക്കണം എന്തിനാ? നിങ്ങൾ ഒരു മനുഷ്യൻ, അവളുടെ സൗന്ദര്യം പലർക്ക് പല കൺസെപ്റ്റാ. ചിലർക്ക് മുഖാണ്, ചിലർക്ക് നിറാണ്, ചിലർക്ക് ശരീരാണ്, ചിലർക്ക് പലതുമാണ്, പല കൺസെപ്റ്റാണ്. സൗന്ദര്യമാണ് ഒരാൾക്ക് ഒരാളോട്, ഒരു ആൾക്ക് എതിർലിംഗത്തോട് സ്നേഹം തോന്നാനുള്ള കാരണം സൗന്ദര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ സൗന്ദര്യം ആർക്കാണല്ലോ കൊടുത്തത്? റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ. സൃഷ്ടികളിലെ ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാഹുവിന്റെ ഹബീബിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ആണ് യൂസുഫ് സിദ്ദീഖ് തങ്ങളുടെ ബീബി സുലൈഖ സുലൈഖ ബീബി റളിയല്ലാഹു അൻഹ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട് മോഹിച്ചിട്ട് അതാ പ്രേമം മൂത്തുപോയിട്ട് സുലൈഖ ബീബി യൂസുഫ് നബിനെ കയറി പിടിക്കാൻ ശ്രമിച്ചത് പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ കാണാം. അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. എന്നാൽ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ സൗന്ദര്യത്തിന്റെ മുകളിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. എല്ലാവരും അവിടെ ഇരിക്കണം, എല്ലാവരും അവിടെ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യത്തിനോടടുക്കാൻ യൂസുഫ് നബിക്ക് പറ്റൂല കേട്ടോ. خلق وفي خلق ولم يدانه في علم ولا كرم.
അള്ളാഹുവിന്റെ റസൂലിനോട് അടുക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് അള്ളാഹുവിന്റെ ഹബീബ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് വലിയ സൗന്ദര്യം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞത് സ്വർഗത്തിൽ നമുക്കൊക്കെ കയറണം. അങ്ങോട്ട് നോക്കി, ഞാൻ ചുരുക്കുകയാണ്. സ്വർഗത്തിൽ നമുക്കൊക്കെ കയറണം. എന്താവണം നമ്മുടെ ലക്ഷ്യം? ഹൂറുല്ലിങ്ങൾ വേണ്ടാന്ന് പറയുന്നില്ല, കൊട്ടാരം വേണ്ടാന്ന് പറയുന്നില്ല, ആഡംബരം വേണ്ടാന്ന് പറയുന്നില്ല, തിന്നണ്ട കുടിക്കണ്ടെന്നല്ല. സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അല്ലാഹനെ കാണലാൻ, അല്ലാഹനെ കാണലാൻ. ഈ ലോകത്ത് വെച്ച് അല്ലാഹനെ കണ്ട ഒരേ ഒരു സൃഷ്ടി ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് മിഅ്റാജിന്റെ രാത്രിയാ കണ്ടത്. റജബ് 27ാമത്തെ രാവാണ് കണ്ടത്. അത് നമുക്കിനി കിട്ടാൻ പോണത് സ്വർഗത്തിൽ വെച്ചിട്ടാണ്. ആ രംഗം ബുഖാരി നോക്കിയാ കാണാ, മുസ്ലിം നോക്കിയാ കാണാ. നമ്മളൊക്കെ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെയുള്ള വെള്ളം കുടിച്ചിട്ട്, അവിടെയുള്ള മദ്യം ഒക്കെ കഴിച്ചിട്ട്, അവിടെയുള്ള പെണ്ണുങ്ങളുമായി സുഖിച്ച് രമിച്ചിട്ട് സുഖത്തോട് സുഖം 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 സുഖമായിട്ടിരിക്കുമ്പോ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഞാൻ മുസ്ലിമായി ജീവിക്കാനുള്ള സൗകര്യം തന്നു. നിങ്ങൾ മരിക്കാൻ പോകുമ്പോൾ മലക്കുകൾ വന്ന് പറഞ്ഞു, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് പറഞ്ഞ സ്വർഗ്ഗത. മരിക്കുമ്പോൾ മലക്കുകൾ സ്വർഗ്ഗം കാണിച്ചു. നിങ്ങൾ മരിച്ചു, നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തി. ഹൂറുല്ലിങ്ങളെ കിട്ടി, നദി കിട്ടി, പുഴ കിട്ടി, എല്ലാം കിട്ടി, സ്വർഗത്തിന്റെ എല്ലാം കിട്ടി. അങ്ങനെ സുഖിച്ച് 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 സുഖിച്ചിരിക്കുമ്പോ അല്ലാഹു ചോദിക്കും, ഓ സ്വർഗത്തിലെ ജനങ്ങളെ, ഇനി നിങ്ങൾക്ക് എന്തേലും വേണോ? അപ്പൊ സുഖിച്ച് സുഖിച്ച് നടക്കണേ നമ്മൾ പറയും, പാടച്ചോനെ, ഞങ്ങളിത് ചിന്തിക്കാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തത്, ഞങ്ങൾ സുഖിച്ച് 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 അങ്ങട് മാറ്റി മറന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ട അല്ലാഹ്, ഇനി സുഖിക്കാൻ വയ്യല്ല, അത്ര സുഖിച്ചു ഞങ്ങള്. അപ്പൊ അല്ലാഹ് പറയാ, നിങ്ങൾ സുഖിച്ചിട്ടില്ല. എന്തേ? നിങ്ങൾ സൂഹിച്ചിട്ടില്ല. സുഖം വരാനിരിക്കുന്നേ ഉള്ളൂ, സുഖം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ സ്വർഗത്തിലുള്ള ജനങ്ങൾ പറയും, അല്ലാഹ് ഇതിനേക്കാ വലിയ സുഖോ? അതെ 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 അതെ. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, സ്വർഗത്തിലേക്ക് ഞാൻ വരുന്നു, അല്ലാഹ് വരുന്നു, അല്ലാഹ് വരുന്നു, അല്ലാഹ് വരുന്നു. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ എന്തെന്നില്ലാത്ത പരിമളം വന്നു. സ്വർഗത്തിലെ ജനങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിലെത്തി. അപ്പോഴാണ് അല്ലാഹ് സ്വർഗത്തിൽ ഇങ്ങ് വരികയാണ് നമ്മുടെ മുമ്പിൽ. കണ്ടുകൊണ്ട് അല്ലാഹനെ കാണുകയാണ്. എന്താ അല്ലാഹുടെ സൗന്ദര്യം! ഭാര്യ വേണ്ട, കാമുകി വേണ്ട, മക്കള് വേണ്ട, കാമുകൻ വേണ്ട. ഭാര്യനെ വലിച്ചെറിഞ്ഞു, ഹൂറുല്ലിങ്ങളുടെ കൈ വലിച്ചെറിഞ്ഞു. എന്നിട്ട് നമ്മൾ പറയാണ്, ഐ ലവ് യു അല്ലാഹ്, ഐ ലവ് യു അല്ലാഹ്, ഐ ലവ് യു അല്ലാഹ്. എനിക്ക് അല്ലാഹ് മതി, അല്ലാഹ് മതി, അല്ലാഹ് മതി, അല്ലാഹ് മതി, അല്ലാഹ് മതി. അത്ര സൗന്ദര്യമാണ് അല്ലാഹ്ക്ക്. കണ്ടാൽ മതിയാവാത്ത സൗന്ദര്യമാണ് അല്ലാഹ്ക്ക്. അതുകൊണ്ട് എനിക്ക് അല്ലാഹ് മതി. അതാണ് ചില ഔലിയാക്കൾ മസ്താന്മാരായത്. അതാണ് ചില ഔലിയാക്കൾ ഭ്രാന്തന്മാരായത്. അല്ലാഹനെ കണ്ടിട്ടാ, അല്ലാഹനെ കേട്ടിട്ടാ, അല്ലാഹനെ മനസ്സിലാക്കിയിട്ടാണ് അത് കാണാനുള്ള പൂതിമുത്തപ്പോഴാണ്. ആ ഔലിയാക്കളുടെ രാജാവാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി.